Hello, welcome to PEPP Learning. നമ്മൾ ഇന്ന് ലിറ്റററി ക്രിറ്റിസിസം ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസം എന്നുള്ള പോർഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, നമ്മൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ പോലെ തന്നെ അല്ലെങ്കിൽ അമേരിക്കൻ ലിറ്ററേച്ചർ അതുപോലെ തന്നെ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിങ്സ് ഒക്കെ പോലെ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ലിറ്റററി ക്രിറ്റിസിസം. ഈ പോർഷനിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമ്മൾ ഈ ഒരു എല്ലാ തിങ്കൾ ചൊവ്വ ബുധൻ ഈ 3 ഡേയ്സിലാണ് ഇംഗ്ലീഷിൻ്റെ ലൈവ് സെഷൻസ് 6 to 7 ഉണ്ടായിരിക്കുക. അപ്പം മാക്സിമം ലൈവ്സ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അപ്പം ഇന്നത്തെ ഡേ നമ്മൾ ഓരോ ദിവസം ഓരോ ടോപ്പിക്സ് ആയിരിക്കും നോക്കുന്നുണ്ടാവുക. ഇന്ന് നമ്മൾ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കും, നിങ്ങൾ റെസ്പോൺസസ് തരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഹൂ കോയിൻ the critical term objective correlative? Who coined the critical term objective correlative? അപ്പം ആൻസർ പറയാം. ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പം ആൻസർ പറയൂ, എല്ലാവരും റെസ്പോണ്ട് ചെയ്യൂ. Please respond. Who coined the term objective correlative? ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, നമുക്ക് ആൻസറിലോട്ട് പോകാം. ഓപ്ഷൻസ് ഞാനൊന്ന് വായിക്കാം. ഓപ്ഷൻ എ I.A. റിച്ചാർഡ്സ്, ബി വില്യം എംസൺ, സി T.S. എലിയറ്റ്, ഡി F.R. ലെവിസ്. 4 ഓപ്ഷൻസ് ആണുള്ളത്. I.A. റിച്ചാർഡ്സ്, വില്യം എംസൺ, T.S. എലിയറ്റ് ആൻഡ് F.R. ലെവിസ്. നമുക്ക് ആൻസർ നോക്കാം. ആരാണ്? T.S. എലിയറ്റ് ആണ് ഈ ഒരു ടേം കോയിൻ ചെയ്തിരിക്കുന്നത്. ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്നുള്ള ടേം കോയിൻ ചെയ്തിരിക്കുന്നത് ആരാണ്? T.S. എലിയറ്റ് ആണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുന്ന സമയത്ത് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ലിറ്റററി തിയറി വാസ് ഫോർത്ത് ബൈ T.S. എലിയറ്റ് ഇൻ ദ essay Hamlet and His Problem and published in the Sacred Wood in the year 1920. 1920 T.S. എലിയറ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു കളക്ഷനാണ് ദ സേക്രഡ് വുഡ്. അപ്പം ഈ കളക്ഷൻ്റെ നെയിം നിങ്ങൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എസ്സേൻ്റെ നെയിം. ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലം എന്നുള്ള എസ്സേയിലാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്നുള്ള ഈ ഒരു ടേം കോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് നോക്കാം. ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ഈസ് എ ലിറ്റററി ടെക്നിക് ദറ്റ് റൈറ്റേഴ്സ് യൂസ് ടു എവോക്ക് എ സ്പെസിഫിക് ഇമോഷണൽ റെസ്പോൺസ് ഫ്രം റീഡർ. It does this by presenting a series of objects, situations or events that are strongly associated with the desired emotion. അതായത് is a ലിറ്റററി ഒരു ടെക്നിക്കാണ്. അതായത് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്നത് ഒരു ലിറ്റററി ടെക്നിക്കാണ്. എന്താണ്? ഓദർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എഴുതുക. ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. സോ ലിറ്റററി ദാറ്റ് റൈറ്റേഴ്സ് യൂസ് ടു എവോക്ക് എ സ്പെസിഫിക് ഇമോഷൻ റെസ്പോണ്ട് ഫ്രം ദ റീഡർ. അതായത് റീഡേഴ്സിന് ഇമോഷൻസ് ഇവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഡസ് ബൈ പ്രസൻറ്റിങ് എ സീരീസ് ഓഫ് ഒബ്ജക്റ്റ്. എന്തെങ്കിലും അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇമോഷനോ ആയിട്ട് കണക്റ്റഡ് ആക്കി വെക്കാൻ പറ്റുന്ന എന്തെങ്കിലുമായിട്ട് സിറ്റുവേഷൻസോ ഒബ്ജക്റ്റോ ഇവൻസോ ആയിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഇവൻസോ ഒബ്ജക്റ്റോ എന്തെങ്കിലുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് ആ ഇമോഷനെ എക്സ്പ്രസ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ഈ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആ ഒരു ടേമിനെ സ്പ്ലിറ്റ് ചെയ്തൊന്ന് നോക്കാം. കോറിലേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? It is all about establishing a connection or relation between two things. Correlative എന്ന് പറയുമ്പോൾ 2 തിങ്സുമായിട്ടുള്ള കണക്ഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് കോറിലേറ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. In objective correlating, the relationship is between an emotion and an object or situation. or object or situation ആയിട്ട് ഒരു ഇമോഷനെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോട്ട് ചെയ്താൽ the relationship is between an emotion and the object or situation that symbolizes it. The objective is part referred to the
tangible symbol that represent the emotion. എന്താണ് ഇമോഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും ആൻഡ് ഒരു എന്താണ് ഇമോഷൻ ഉണ്ടാവും. അതിനെ രണ്ടിനെയും കൂടെ അസോസിയേറ്റ് അല്ലെങ്കിൽ എന്താണ് കോറിലേറ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യുക. അതൊരു ടെക്നിക്കാണ്. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എന്താണ് ലവ് ഈസ് ലൈക്ക് എ റോസ്, ലവ് ഈസ് ലൈക്ക് എ റോസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ലവ് ആ ഒരു ഇമോഷനെ റോസുമായിട്ട് കമ്പയർ ചെയ്യുക. ഇതുപോലെയാണ് ഇതാണ് എന്താണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ എന്താണ് ഈ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് കൊണ്ട് എയിം ചെയ്യുന്നത്? ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് മേക്സ് ലിറ്ററേച്ചർ മോർ റിലേറ്റബിൾ when readers see familiar object or situations being used to express emotions, they can connect more easily with the story. അതായത് നമുക്ക് അതുമായിട്ട് നമുക്ക് നേരത്തെ അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി ലവിനെ റോസുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു നമ്മൾ ചെറുതായപ്പോൾ മുതലേ നമ്മൾ അതുമായിട്ട് ലവ് ഈസ് സംതിങ് റിലേറ്റഡ് ടു റോസ്. നമ്മളിപ്പം എന്താണ് പണ്ടുള്ള കല്യാണത്തിൻ്റെ ആൽബങ്ങളിലൊക്കെ എന്താണ് രണ്ട് കപ്പിൾസിൻ്റെ ഫോട്ടോ ഉണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി ഒരു റോസൊക്കെ വെക്കുന്നുണ്ടാവും. അതിനെ നമ്മൾ ലവായിട്ട് അസോസിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ റോസ് ഫ്ലവറിനെ. അപ്പം എന്താണ് നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നതോട് കൂടി നമുക്ക് റീഡേഴ്സിന് കുറച്ചും കൂടെ റിലേറ്റബിളായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ ടെക്നിക്ക് കൊണ്ട് എയിം ചെയ്യുന്നത്. അപ്പം ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. വെരി പ്രൈമറിലി നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് T.S. എലിയറ്റ് ആണ് ഈ ഒരു ടേം കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണ് ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് എന്നുള്ള എസ്സേയിൽ സാക്രഡ് വുഡ് എന്നുള്ള കളക്ഷനിലാണ് ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലം എന്നുള്ള എസ്സേ വരുന്നത്. ആ എസ്സേയിലൂടെയാണ് ഈ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 1920 സാക്രഡ് വുഡ് എന്നുള്ള കളക്ഷൻ എന്താണ് പബ്ലിഷ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കുക ആൻഡ് കോൺസെപ്റ്റ് എന്താണെന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഹൂ റോട്ട് ദ എസ്സേ ദ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് ഉള്ള എസ്സേ ആരാണ് എഴുതിയിരിക്കുന്നത്? അപ്പോൾ ഓപ്ഷൻസ് വരുന്നത് അർണോൾഡ് ഉണ്ട്, മാത്യു അർണോൾഡ്, F.R. ലെവിസ്, T.S. എലിയറ്റ് ആൻഡ് ബെർട്ടോൾഡ് ബ്രക്റ്റ്. 4 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നും കൂടെ നോക്കുക. അർണോൾഡ്, F.R. ലെവിസ്, T.S. എലിയറ്റ് ആൻഡ് ബ്രക്റ്റ്. ലൈവിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. ആരാണ് നമ്മളുടെ ഈ ദ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് എന്നുള്ള എസ്സേ എഴുതിയിരിക്കുന്നത്? പ്ലീസ് റെസ്പോണ്ട്. UG പലരും പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ PG നിങ്ങൾ എന്തായാലും പഠിക്കുന്നതായിരിക്കും. Please respond. Who is the one who wrote the essay? Please respond. I want your responses. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ വരുന്നത് എന്താണ്? T.S. എലിയറ്റ് ആണ് ദ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്സ് എന്നുള്ള എസ്സേ എഴുതിയിരിക്കുന്നത്. അപ്പം ഈ എസ്സേ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എന്തായാലും CUET പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് UG പഠിക്കുന്ന സമയത്താണെങ്കിലും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ആണിത്. അപ്പം നമുക്ക് നോക്കാം. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1990 ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത്. ലേറ്റർ ഈ ഒരു എസ്സേ സാക്രഡ് വുഡ് എന്നുള്ള നമ്മൾ നേരത്തെ നോക്കിയ ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലം എന്നുള്ള എസ്സേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ഒരു കളക്ഷൻ ഉണ്ട്. ദ സാക്രഡ് വുഡ് എന്നുള്ള കളക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പം ദ സാക്രഡ് വുഡ് എന്നുള്ള ആ ഒരു ടെക്സ്റ്റിൻ്റെ നെയിം വരുന്നത് എന്താണ്? ദ സാക്രഡ് വുഡ് എസ്സേ ഓൺ പോയട്രി ആൻഡ് ക്രിറ്റിസിസം. ആ ഒരു ടൈറ്റിൽ ഒന്ന് നോക്കി വെക്കുക. ചില സമയത്ത് അതിൻ്റെ സബ് ടൈറ്റിൽസ് എന്താണെന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ദ സാക്രഡ് വുഡ് എസ്സേ ഓൺ പോയട്രി ആൻഡ് ക്രിറ്റിസിസം. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് എന്നുള്ള എസ്സേയും ആ ഒരു വർക്കിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ എസ്സേ നോക്കുകയാണെങ്കിൽ 3 പാർട്ടായിട്ടാണ് ഈ എസ്സേനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് എന്നുള്ള എസ്സേ 3 പാർട്ടായിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ T.S. എലിയറ്റിൻ്റെ കോൺസെപ്റ്റ് ഓഫ് ട്രഡീഷൻ എന്നുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഹി ടോക്ക് അബൌട്ട് ട്രഡീഷൻ. ഹിസ് കോൺസെപ്റ്റ് ഓഫ് ട്രഡീഷൻ ഇസ് ലിറ്റിൽ ബിറ്റ് ഡിഫറെൻറ്റ്. ആൻഡ് പിന്നെ തിയറി ഓഫ് ഇംപേഴ്സണാലിറ്റി, അതും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ദ തേർഡ് പാർട്ട് കൺക്ലൂഷനാണ്. ഇതിൽ നമുക്ക് നോക്കേണ്ടത് ഫസ്റ്റ് 2 പാർട്ടാണ്.
the concept of tradition. Okay. Eliot's concept of tradition in his most original contribution to criticism. He believes that for any creative engagement by the artist, the right concept of tradition is essential. It is the genuine attitude towards the tradition which enable him or her to have collective consciousness of the past. നിങ്ങൾ ഓർത്തിരിക്കേണ്ട വേർഡാണ് ഹിസ് ട്രഡീഷൻ എന്നതുകൊണ്ട് ടി എസ് എലിയറ്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്? കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഓഫ് ദ past on, which always work as a guiding spirit, thereby shaping him or her creative sensibility. അതായത് ടി എസ് എലിയറ്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏതൊരു റൈറ്ററിനും അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന് ട്രഡീഷനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് ഹീ ഷുഡ് നോ ദ പാസ്റ്റ്. പണ്ട് മുതൽക്കുള്ള റൈറ്റേഴ്സിനെ കുറിച്ച് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങും അവരുടെ വർക്ക്സിനെ കുറിച്ചുള്ള ഒരു നല്ല നോളജ് ഉണ്ടായിരിക്കണമെന്നാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ വർക്കിനെ കമ്പയർ ചെയ്യേണ്ടത്. ക്ലാസിക്കൽ റൈറ്റേഴ്സിനെയൊക്കെയാണ് കൂടുതൽ എലിയറ്റ് ഉദ്ദേശിച്ചത്. ആ വർക്ക് വെച്ചിട്ടാണ് നമ്മൾ വർക്കിനെ വാല്യൂ ചെയ്യേണ്ടതും കമ്പയർ ചെയ്യേണ്ടതും അതിനെ റാങ്ക് ചെയ്യേണ്ടതൊക്കെ പാസ്റ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ റൈറ്റേഴ്സിൻ്റെ ഹൈ റൈറ്റേഴ്സിനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. അതിന് എന്താണ് ലൈക്ക് സിംപ്ലി ട്രഡീഷൻ പറയുന്നതിന് നമുക്ക് ഒരൊറ്റ വാക്കിൽ ഒറ്റ സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഓഫ് പാസ്റ്റ് റൈറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, വിച്ച് ഓൾവേസ് വർക്ക് ആസ് എ എന്താണ് ആ വർക്ക്സൊക്കെ എന്താണ് ഗൈഡ്സ് ആണ്. ലൈക്ക് അപ്കമിങ് റൈറ്റേഴ്സിന് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് പണ്ടുള്ള വർക്ക്സ്, അതായത് ഓൾഡ് ക്ലാസിക്കൽ വർക്ക്സൊക്കെ എന്താണ് ഗൈഡ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് വിച്ച് ഷേപ്സ് ഹർ ക്രിയേറ്റിവിറ്റി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ടു അറ്റൈൻ ട്രഡീഷൻ വി ഷുഡ് ഹാവ് ഹിസ്റ്റോറിക്കൽ സെൻസ് എന്നാണ് ടി എസ് എലിയറ്റ് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ സെൻസ് എന്ന് പറയുന്നത് എന്നതുകൊണ്ട് ക്രൊണോളജിക്കലി നമുക്ക് പാസ്റ്റുള്ള റൈറ്റേഴ്സിനെ കുറിച്ചും വർക്ക്സിനെ കുറിച്ചും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഹിസ്റ്റോറിക്കൽ സെൻസ് എന്നതുകൊണ്ട് എലിയറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ട്രഡീഷൻ എന്താണെന്ന് നോക്കി. ട്രഡീഷൻ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വി ഷുഡ് ഹാവ് ഹിസ്റ്റോറിക്കൽ സെൻസ് ഹാർഡ് ലേബറിൽ കൂടി, അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വർക്കിലൂടെയും നമ്മളുടെ എന്താണ് ഹാർഡ് ലേബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലൈക്ക് വി ഷുഡ് ടേക്ക് എഫേർട്ട് ടു സ്റ്റഡി ദാറ്റ്. നമ്മൾ എഫേർട്ട് എടുത്തിട്ട് പഠിക്കുക തന്നെ വേണം എന്നാണ് എലിയറ്റ് പറയുന്നത്. അതിനൊരു ഒരു കോട്ട് വരുന്നുണ്ട്. ഷേക്സ്പിയർ അക്വയർ മോർ എസെൻഷ്യൽ ഹിസ്റ്റോറി ഫ്രം പ്ലൂട്ടാർക്ക് ദാൻ മോസ്റ്റ് മെൻ കുഡ് ഫ്രം ദ വേൾഡ് ബ്രിട്ടീഷ് മ്യൂസിയം. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ ടെക്സ്റ്റ് നിന്ന് എടുത്തതാണ്. അതായത് ഷേക്സ്പിയർ വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്നത് പ്ലൂട്ടാർക്കിൻ്റെ ലൈഫ്സ് എന്നുള്ള വർക്ക് വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. ലൈക്ക് നമുക്ക് കാണാൻ പറ്റും ഷേക്സ്പിയറിൻ്റെ റോമൻ പ്ലേസിലുള്ള ഇൻഫ്ലുവൻസ്. റോമൻ പ്ലേസ് പ്ലൂട്ടാർക്കിൻ്റെ ലൈഫ്സ് എന്നുള്ള ടെക്സ്റ്റിൽ നിന്നാണ് റോമൻ പ്ലേസ് എല്ലാം വന്നിട്ടുള്ളത്. അതിൻ്റെ വെരി പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് പ്ലൂട്ടാർക്കിൻ്റെ ലൈഫ്സ് ആണ്. അപ്പം ഈ ഒരു വർക്കിൽ നിന്നാണ് ലൈക്ക് പഴയ കഥകളും, അതായത് റോമൻ പ്ലേസ് ഏതൊക്കെയാണ്, ഹെൻറി IV, 58 ഒക്കെ വരുന്നത്, റിച്ചാർഡ് III ഒക്കെ റോമൻ പ്ലേസ് ആണ്. ഇതെല്ലാം എടുത്തിട്ടുള്ള ഈ സ്റ്റോറീസ് എല്ലാം ഈ ഹിസ്റ്റോറിക്കൽ റെഫറൻസ് എടുത്തിട്ടുള്ളത് പ്ലൂട്ടാർക്കിൻ്റെ ലൈഫ്സ് എന്നാണ്. അപ്പം അതാണ് ടി എസ് എലിയറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കൊട്ടേഷൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് ചിലപ്പം എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. ദ മോർ ദ ആർട്ടിസ്റ്റ് appreciated the real wisdom of the past, the more truly creative they prove. അതായത് കൂടുതലായിട്ടും നമുക്ക് പാസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ പാസ്റ്റ് റൈറ്റേഴ്സിനെ കുറിച്ചും പാസ്റ്റ് വർക്കിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ല നോളജ് ഉണ്ടെങ്കിൽ എന്താണ് ദ റൈറ്റർ ഷുഡ് ബി മോർ ക്രിയേറ്റീവ് എന്നാണ് ആര് പറയുന്നത്, ടി എസ് എലിയറ്റ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എലിയറ്റിൻ്റെ ഇമ്പേഴ്സണാലിറ്റി തിയറിയാണ്. Eliot's impersonal theory of poetry is that the poet, the artist are two different entities. അതായത് എ പേഴ്സൺ, ഹീ ഈസ് എ മാൻ ആൻഡ് എ പോയിറ്റ്. അപ്പം ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പം ഇത് രണ്ട് ഡിഫറെൻറ്റ് എൻറ്റിറ്റിയാണ്. ഒരു പോയിറ്റിന് എന്താണ്, ഹീ ഈസ് ഹാവിങ് എ റോൾ ഓഫ് എൻ ആർട്ടിസ്റ്റ്
ആൻഡ് എ കോമൺ മാൻ. 2 റോൾ അദ്ദേഹം എടുക്കുന്നുണ്ട്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള റോളും ഉണ്ട്, ഒരു കോമൺ മാൻ എന്നുള്ള റോളും ഉണ്ട്. അപ്പം ഒരു പോയറ്റ് എന്ന് പറയുമ്പോൾ 2 ഡിഫറെൻറ്റ് എൻറ്റിറ്റിയാണ്. അപ്പം Eliot calls upon every past poet and artist to develop self-surrender for incorporating the eternal beauty of tradition, wisdom. He realized that during the process of poetic creation, a writer has to depersonalize themselves into സംതിങ് ക്രിയേറ്റീവ്. അതായത് നമ്മൾ എലീറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ പോയിറ്റ് ഷുഡ് സറണ്ടർ ഹിംസെൽഫ്. അതായത് അദ്ദേഹത്തിൻ്റെ സെൽഫിനെ സറണ്ടർ ചെയ്ത് മാറ്റി വെച്ചിട്ട് വേണം പോയംസ് അല്ലെങ്കിൽ ലിറ്റററി ഔട്ട്പുട്ട്സ് കൊണ്ടുവരാനെന്നാണ് പറയുന്നത്. എന്താണ് പോയട്രി ഈസ് ദ എസ്കേപ്പ് ഫ്രം ദ ഇമോഷൻ, അല്ലെങ്കിൽ പോയട്രി ഈസ് എ സറണ്ടറിങ് ഓഫ് സെൽഫ് ആൻഡ് എസ്കേപ്പ് ഫ്രം ദ ഇമോഷൻ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് നമുക്ക് ക്ലിയർ ആവുന്നത് ടി.എസ്. എലിയട്ട് ഇസ് കംപ്ലീറ്റ്ലി ആൻഡ് ആൻറ്റി റൊമാൻറ്റിക് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആവുന്നത്. നമ്മൾ വേർഡ്സ്വർത്ത് പോയറ്റ് ഈസ് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ എന്ന് പറയുന്നിടത്ത് ടി.എസ്. എലിയട്ട് എന്താണ് പറയുന്നത്? സറണ്ടറിങ് ഓഫ് ഇമോഷൻ ആണ്. ആൻഡ് എസ്കേപ്പ് ഫ്രം ദ എന്താണ് എസ്കേപ്പ് ഫ്രം ഇമോഷൻസ് ആണ്, അല്ലാതെ ഓവർഫ്ലോയിങ് ഓഫ് ഇമോഷൻസ് അല്ല. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ എലിയറ്റ് ഹാസ് ബ്രോഡ് ദ എനലോജി ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഒരു എനലോജി ഈ ഒരു ടെക്സ്റ്റിൽ നമ്മൾ ടി.എസ്. എലിയട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. യെസ്, ഹായ് റാം. ഓക്കെ, അപ്പം ഈ അനലോജി റിയാക്ഷൻ എന്താണ് പറയുന്നത്? ഓക്സിജൻ പ്ലസ് സൾഫർ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഓക്സിജൻ പ്ലസ് സൾഫർ ഡൈ ഓക്സൈഡ് കൂടിയിട്ടാണ് സൾഫ്യൂറിക് ആസിഡ് ഉണ്ടാവുന്നത്. ബട്ട് ഇൻ ബിറ്റ്വീൻ പ്ലാറ്റിനം എന്താണ് ഒരു കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എന്താണ് കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പം എന്താണ്, ഞാനതിനെ എങ്ങനെ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. സയൻസ് പഠിച്ചവർക്കറിയും. കാറ്റലിസ്റ്റായിട്ട് രണ്ടിൻ്റെയും സെൽഫ് നഷ്ടപ്പെടാതെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു എന്താണ് ഒരു എലമെൻ്റാണ് കാറ്റലിസ്റ്റ്. അപ്പം കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത് പ്ലാറ്റിനമാണ്. ഈ റിയാക്ഷനിൽ ഓക്സിജൻ പ്ലസ് സൾഫർ ഗിവ് സൾഫർ ഡൈ ഓക്സൈഡ്. അപ്പം ഇതിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് പ്ലാറ്റിനമാണ്. ഓക്കെ, ഇവിടെ ഈ പ്ലാറ്റിനത്തിൻ്റെ റോൾ എടുക്കുന്നത് ആരാണ്? പോയിറ്റിൻ്റെ മൈൻഡാണ്. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്ലാറ്റിനം അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് പോയിറ്റിൻ്റെ മൈൻഡാണ്. പോയംസ് reaction, he is having emotions and everything, and platinum ആയിട്ട് ആക്ട് ചെയ്യുന്നത് പോയിറ്റിൻ്റെ മൈൻഡാണ് ആൻഡ് ഗിവ് ദ റിസൾട്ട് പോയട്രി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. പോയിറ്റിൻ്റെ ഇമോഷൻസും സെൽഫും കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. ആൻഡ് റിയാക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്ന സമയത്ത് പോയിറ്റിൻ്റെ മൈൻഡ് എന്താവുന്നത് കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോറി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. Who among the following wrote a book named The New Criticism? Who among the following wrote a book named New Criticism? 4 ഓപ്ഷൻസ് ആണുള്ളത്. ജോൺ ക്രോ റാൻസം, എലൻ ടേറ്റ്, ക്ലെൻത്ത് ബ്രൂക്ക്. വീണ്ടും ക്ലെൻത്ത് ബ്രൂക്ക്. 4 ഓപ്ഷൻസ് ആണുള്ളത്. ആൻസർ ചെയ്യുക. Who wrote the book named New Criticism? Yes. Adams is asking that, does this portions will ask in CUET? Definitely important ആണ്. Please answer the questions.
അപ്പം ആൻസർ റിപ്ലൈ ചെയ്യാം. ഹു എമംഗ് ദ ഫോളോയിങ് റോട്ട് ദ ബുക്ക് നെയ്മഡ് ന്യൂ ക്രിറ്റിസിസം? അപ്പോൾ ഓപ്ഷൻസ് വരുന്നത് ജോൺ ക്രോ റാൻസം, എലൻ ടേറ്റ് ആൻഡ് ക്ലെൻത്ത് ബ്രൂക്ക്. കെൻ ആഡംസ്, റാം ടി, പ്ലീസ് റിപ്ലൈ. അപ്പം ആൻസർ വരുന്നത് എന്താണ്? ജോൺ ക്രോ റാൻസം ആണ് ന്യൂ ക്രിറ്റിസിസം എന്നുള്ള ടെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? ന്യൂ ക്രിറ്റിസിസം എന്താണെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ന്യൂ ക്രിറ്റിസിസം എമേർജ് ചെയ്യുന്നത് 1929 ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. എമേർജ് ചെയ്യുന്നത് എവിടെയാണ്? വാസ് എ ഫോർമലിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ലിറ്റററി തിയറി ഇൻ US ആൻഡ് അമേരിക്കയിലും ബ്രിട്ടനിലും ആണ് ന്യൂ ക്രിറ്റിസിസം എമേർജ് ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. 1929 US-ലും അമേരിക്കയിലുമാണ് ന്യൂ ക്രിറ്റിസിസം എമേർജ് ചെയ്യുന്നത്. നമുക്ക് കറക്റ്റായിട്ട് പറയുന്നുണ്ടെങ്കിൽ ആംഗ്ലോ അമേരിക്കൻസ് ആണ് ന്യൂ ക്രിറ്റിസിസം കൊണ്ടുവന്നിട്ടുള്ളത്. ന്യൂ ക്രിറ്റിസിസം believed that the structure and meaning of the text were initially connected and should not be analyzed separate. Should not be initially connected and should not be analyzed. Should be analyzed separately. അതായത് ന്യൂ ക്രിറ്റിസിസം പറഞ്ഞു വരുന്നത്, താങ്ക് യു ഫോർ യുവർ വണ്ടർ വർഷ വിനോദ് സമ്പണീസ്. ഓക്കെ, ന്യൂ ക്രിറ്റിസിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളിപ്പം ഒരു ടെക്സ്റ്റ് എടുക്കുകയാണ്. ലൈക്ക് ലിറ്റററി ക്രിറ്റിസിസം തന്നെ തുടങ്ങുന്നത് ന്യൂ ക്രിറ്റിസിസത്തിൽ നിന്നാണ്. അതുവരേക്കും നമ്മൾ ഒരു ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് അതിൻ്റെ ഓഥർ ആരാണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഒരു ടെക്സ്റ്റിൻ്റെ മൊത്തത്തിലാണ് നമ്മൾ വായിക്കുന്നത്. ഒരു ടെക്സ്റ്റിനെ ഐസൊലേറ്റഡ് എൻറ്റിറ്റി അല്ലാതെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടെ വായിക്കും, അതിൻ്റെ റൈറ്റേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വായിക്കും, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് വായിക്കും. അതുപോലെ തന്നെ ഫുൾ ടെക്സ്റ്റ് അതെല്ലാം കൂടിയതാണ് ഒരു ലിറ്റററി ടെക്സ്റ്റ് എന്നായിരുന്നു അതുവരേക്കും നമ്മൾ വിചാരിച്ചിരുന്നത്. ആ ഒരു സമയത്താണ് ലിറ്റററി ക്രിറ്റിസിസം ഒരു മൂവ്മെൻറ്റായിട്ട് ന്യൂ ക്രിറ്റിസിസം ഒരു മൂവ്മെൻറ്റായിട്ട് എമേർജ് ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിൽ ഉള്ള ഒരു മേജർ ഇൻഫ്ലുവൻസ് റിച്ചാർഡ്സിൻ്റെ പ്രാക്ടിക്കൽ ക്രിറ്റിസിസവുമാണ്. അപ്പം എന്താണ്? ഇനീഷ്യലി ഇഗ്നോർ ദ ഓഥർ ആൻഡ് റീഡർ എന്ന് വേണമെങ്കിൽ പറയാം. ഓഥറിനെയും റീഡറിനെയും ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ഇറ്റ് സെൽഫ് ഈസ് എന്താണ്? ഐസൊലേറ്റഡ് എൻറ്റിറ്റി അല്ലെങ്കിൽ യൂണിഫൈഡ് എൻറ്റിറ്റി എന്നുള്ള കൺസെപ്റ്റാണ് ന്യൂ ക്രിറ്റിസിസം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കുക. ആൻഡ് ന്യൂ ക്രിറ്റിസിസത്തിൻ്റെ മേജർ ക്രിട്ടിക്സ് ആരൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. I.A. റിച്ചാർഡ്സ് ഉണ്ട്, T.S. എലിയറ്റ്, F.R. ലിവിസ്, ജോൺ ക്രോ റാൻസം, ക്ലെൻത്ത് ബ്രൂക്ക്, V.K. വിംസാറ്റ്, എലൻ ടേറ്റ്, റോബർട്ട് പെൻ വാരൻ. ഈ നെയിംസ് എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. I.A. റിച്ചാർഡ്സ് ഉണ്ട്, T.S. എലിയറ്റ്സ് ഉണ്ട്, F.R. ലിവിസ് ഉണ്ട്, ജോൺ ക്രോ റാൻസം ഉണ്ട്, ക്ലെൻത്ത് ബ്രൂക്ക് ഉണ്ട്, വിംസാറ്റ് ഉണ്ട്, അലൻ ടേറ്റ് ഉണ്ട്, റോബർട്ട് പെൻ വാരൻ. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളിപ്പം ജസ്റ്റ് ലിറ്റററി ന്യൂ ക്രിറ്റിസിസം എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സാമിന് പഠിക്കേണ്ടതായിട്ടുണ്ട്. I.A. റിച്ചാർഡ്സിൻ്റെ കോൺസെപ്റ്റ് ഏതൊക്കെയാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റുകൾ, അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കണം. അങ്ങനെ എല്ലാ ക്രിട്ടിക്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റും വർക്ക്സും ഏതാണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഏതൊരു നമ്മൾ ന്യൂ ക്രിറ്റിസിസം പോലെയുള്ള തിയറീസ് അപ്രോച്ചസ് എടുക്കുന്ന സമയത്ത് ഇതിലെ കോൺസെപ്റ്റുകളും വർക്ക്സും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. T.S. Eliot named new criticism as a lemon squeezing school of criticism. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലെമൺ സ്ക്വീസിങ് സ്കൂൾ ഓഫ് ക്രിറ്റിസിസം എന്നാണ് T.S. എലിയറ്റ് ന്യൂ ക്രിറ്റിസിസത്തെ നെയിം ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്. ന്യൂ ക്രിറ്റിസിസമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് നമ്മൾ നോക്കുന്നത്. ഏതൊക്കെയാണ്? ഓട്ടോടെലിക് ടെക്സ്റ്റ് ആൻഡ് ക്ലോസ് റീഡിങ്. ഈ രണ്ട് ടേംസും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓട്ടോടെലിക് ടെക്സ്റ്റ് ആൻഡ് ക്ലോസ് റീഡിങ്. അപ്പം ഓട്ടോടെലിക് ടെക്സ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്
എവറി ടെക്സ്റ്റ് ഈസ് എ സെൽഫ് കണ്ടെയ്ൻഡ് യൂണിഫൈഡ് എൻറ്റിറ്റി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്താണ്, എല്ലാ ടെക്സ്റ്റും ഒരു യൂണിഫൈഡ് ആൻഡ് സെൽഫ് കണ്ടെയ്ൻഡ് എൻറ്റിറ്റിയാണ്. അതായത് പുറമേ നിന്നുള്ള ഒന്നും ഒരു ടെക്സ്റ്റിനെ റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ അനാലിസ് ചെയ്യാനോ വേണ്ടിയിട്ട് ആവശ്യമില്ല എന്നുള്ളതാണ് എന്ത് ഈ ഓട്ടോടെലിക് ടെക്സ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ക്ലോസ് റീഡിങ്. എന്താണ് ക്ലോസ് റീഡിങ് എന്ന് പറയുമ്പോൾ ഡീപ്പ് അനാലിസിസ് എന്നാണ് ക്ലോസ് റീഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് ടേംസ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഇസ് ദ ഓദർ ഓഫ് വെൽ റോട്ട് ഏൺ? വെൽ റോട്ട് ഏൺ എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് ഉണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. ദ വെൽ റോട്ട് ഏൺ. Who is the author of the well-wrought urn? Option A, Ellen Tate. B, F.R. Lewis. C, Cleanthbrook. D, John Crow Ransom. 4 ഓപ്ഷൻസ് ആണുള്ളത്. Ellen Tate, F.R. Lewis, Cleanthbrook, John Crow Ransom. Please respond. ആൻസർ എന്താണ് വരുന്നത്? Who is the author of the text The Well-Wrought Urn? You can reply now. എനിവേ നമുക്ക് ആൻസർ നോക്കാം. ക്ലെൻബ്രൂക്ക് ആണ് ദ വെൽ റോട്ട് ഏൺ എന്നുള്ള ടെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ടെക്സ്റ്റിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ദ വെൽ റോട്ട് ഏൺ സ്റ്റഡീസ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് പോയട്രി ബൈ ക്ലെൻത്ബ്രൂക്ക്. അപ്പം നിങ്ങൾ എല്ലാ ടെക്സ്റ്റ് പഠിക്കുന്ന സമയത്തും അതിൻ്റെ സബ് ടൈറ്റിൽസും നോക്കിയിരിക്കുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ചില സമയത്ത് ഈ ടെക്സ്റ്റിൻ്റെ പേര് മാത്രം തന്നിട്ട് ഇതിൻ്റെ സബ് ടൈറ്റിൽ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ദ വെൽ റോട്ട് ഏൺ സ്റ്റഡീസ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് പോയിട്രി. അപ്പം ടൈറ്റിൽ ഈസ് ടേക്കൺ ഫ്രം ജോൺ ഡെൻ്റെ കാനനൈസേഷൻ എന്നുള്ള വർക്ക് ഉണ്ട്. അതായത് മെറ്റഫിസിക്കൽ പോയിട്രി ആണ് കാനനൈസേഷൻ. അതിൽ നിന്നും ആണ് ഈ ഒരു ടൈറ്റിൽ എടുത്തിട്ടുള്ളത്. ജോൺ ഡെന്നിൻ്റെ കാനനൈസേഷൻ എന്നുള്ള ടെക്സ്റ്റ് നിന്നാണ് ഈ ഒരു ബുക്ക് ഈ ഒരു ടൈറ്റിൽ എടുത്തിട്ടുള്ളത്. അപ്പം ക്ലെൻത്ബ്രൂക്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഈ വെൽ റോട്ട് ഏണിൽ അദ്ദേഹം 2 വർക്ക്സിനെ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഏതൊക്കെ വർക്കാണ്? ഒന്ന് കാനനൈസേഷൻ എന്നുള്ള ടെക്സ്റ്റും അതേപോലെ തന്നെ നമ്മളുടെ വേർഡ്സ്വർത്തിൻ്റെ വെസ്റ്റ്മിനിസ്റ്റർ ബ്രിഡ്ജ് എന്നുള്ള പോയം. ഈ 2 പോയത്തെ കമ്പയർ ചെയ്യുക. ആ 2 ടെക്സ്റ്റിനെ 2 വർക്കിനെ 2 പോയത്തെയാണ് അനാലിസിസ് ചെയ്യുന്നത്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ക്ലെൻത്ബ്രൂക്കിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകളും കോൺസെപ്റ്റുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. മോഡേൺ പോയട്രി ആൻഡ് ദ ട്രഡീഷൻ, അണ്ടർസ്റ്റാൻഡിങ് പോയട്രി, ലാംഗ്വേജ് ആൻഡ് പാരഡോക്സ്, കീറ്റ്, സിൽവൻ ഹിസ്റ്ററി വിത്തൗട്ട് ട്രൂത്ത്. അപ്പം ഈ ടൈറ്റിൽസൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഈ എക്സാമിൽ ഈ ഓരോ ടെക്സ്റ്റും നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ ഓരോ ടെക്സ്റ്റിൻ്റെയും ടൈറ്റിൽ എടുത്ത് കൊടുത്ത് ഹൂ റോട്ട് ദിസ് ടെക്സ്റ്റ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഓഫ് ക്ലെൻത്ബ്രൂക്ക് ആർ മോഡേൺ പോയട്രി ആൻഡ് ട്രഡീഷൻ, അണ്ടർസ്റ്റാൻഡിങ് പോയട്രി, ലാംഗ്വേജ് ഓഫ് ആൻഡ് പാരഡോക്സ്, കീറ്റ്സ് സിൽവൻ ഹിസ്റ്ററി വിത്തൗട്ട് ട്രൂത്ത്. അപ്പം കോൺസെപ്റ്റ് വരുന്നത് പാരഡോക്സ് ആണ്, ഹെറസി ഓഫ് പാരഫ്രൈസ്. ഈ 2 കോൺസെപ്റ്റും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പാരഡോക്സ് എന്ന് പറയുന്നത് 2 കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യത്തെ ഒന്നിച്ച് പറയുന്നതാണ്. അതായത് ടെറിബിൾ ബ്യൂട്ടി അല്ലെങ്കിൽ ടെറിബിൾ ബ്യൂട്ടി എന്നുള്ളൊരു ബ്ലഡി സ്വീറ്റ്, ടെറിബിൾ ബ്യൂട്ടി എന്താണ്, ഡേ ആൻഡ് നൈറ്റ്, ഗുഡ് ആൻഡ് ബാഡ് എന്നൊക്കെ പറയുന്ന പോലെ 2 കോൺട്രാസ്റ്റിംഗ് അല്ലെങ്കിൽ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെ ഒന്നിച്ച് പറയുന്നതിനെയാണ് നമ്മൾ പാരഡോക്സ് എന്ന് പറയുന്നത്. 2 കോൺസെപ്റ്റ് ഉണ്ട്. അദ്ദേഹം അദ്ദേഹം ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ 2 കോൺസെപ്റ്റാണ്. ഒന്ന് ദ ഹെറസി ഓഫ് പാരഫ്രൈസ്. ദ ഹെറസി ഓഫ് പാരഫ്രൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പാരഫ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്കത് എന്താണ്, സമ്മറൈസിങ് അല്ലെങ്കിൽ പാരഫ്രൈസിങ്. ഒരു പോയത്തെ പാരഫ്രൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ബേസിക് നോഷനാണ്. ലൈക്ക് വെരി ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് ഹെറസി ഓഫ് പാരഫ്രൈസ് എന്ന് പറയുന്നത്? പോയട്രി ഷുഡ് നോട്ട് ബി പാരഫ്രൈസ്ഡ്. അത്രയുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഈ ടേമൊക്കെ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതല്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആരാണ് ഡിസ്കസ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലെൻത്ബ്രൂക്ക് എന്ന് എഴുതാൻ പറ്റണം. ഓക്കെ,
ഓക്കെ, അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഹെറസി ഓഫ് പാരഫ്രൈസ് is a concept introduced by I.A. Richards, Clent Brooke, Ellen Tate and F.R. Lewis. ഇപ്പോൾ 4 ഓപ്ഷൻസ് ആണുള്ളത്. ഹെറസി ഓഫ് പാരഫ്രൈസ് is a concept introduced by I.A. Richards, Clent Brooke, Ellen Tate and F.R. Lewis. അപ്പം ഇതിൻ്റെ ആൻസർ അറിയുന്നവർ റിപ്ലൈ ചെയ്യുക. ആൻഡ് ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ക്ലെൻത്ത് ബ്രൂക്ക് ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഹെറസി ഓഫ് പാരഫ്രൈസ് എന്താണ്. ദ മീനിങ് ഓഫ് ദ പോയം റെസിസ്റ്റ് പാരഫ്രൈസ്, അതായത് പോയത്തെ പാരഫ്രൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ബേസിക്കലി അത് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പോയത്തിൻ്റെ അതിലെ നമ്മൾ അതൊരു സമ്മറി എഴുതാൻ വേണ്ടിയിട്ടുള്ളതോ പോയം ഇസ് ഫോർ എൻജോയ്മെൻറ്റ്, അതിൻ്റെ പോയറ്റിക് ആയിട്ടുള്ള ബ്യൂട്ടി അതിനെ പാരഫ്രൈസ് ചെയ്യാനോ അതിലെ വേർഡ്സിനെ റീപ്ലേസ് ചെയ്യാനോ അതിൻ്റെ മീനിങ്സിനെ റീപ്ലേസ് ചെയ്യാനോ അതിൻ്റെ എഫക്റ്റുകളെ റീപ്ലേസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. പോയം ഇസ് പോയം ഇറ്റ് സെൽഫ്, അതിനെ നമുക്ക് എന്താണ് പാരഫ്രൈസ് ചെയ്തിട്ട് വേറെ ആക്കി എഴുതാനോ ഒന്നും പറ്റില്ല എന്നാണ് പറയുന്നത്. ദ പാരഫ്രൈസ് ഈസ് നോട്ട് ദ റിയൽ കോർ ഓഫ് മീനിങ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദ എസെൻസ് ഓഫ് പോയം. പാരഫ്രൈസിന് എന്താണ് ഒരു പോയത്തിൻ്റെ കോർ എസെൻസ് കൺവേ ചെയ്യാനാവില്ല എന്നുള്ളതാണ് ഹെറസി ഓഫ് പാരഫ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡീഫെമിലിയറൈസേഷൻ ഇസ് അസോസിയേറ്റഡ് വിത്ത് ഫെമിലിയറൈസേഷൻ എന്തുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ലൈക്ക് ഓപ്ഷൻസ് വരുന്നത് ന്യൂ ക്രിറ്റിസിസം, റഷ്യൻ ഫോർമലിസം, ലിബറൽ ഹ്യൂമാനിസം, സ്ട്രക്ചറലിസം. 4 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നിങ്ങൾ റിപ്ലൈ ചെയ്യുക. ഡീഫെമിലിയറൈസേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് റഷ്യൻ ഫോർമലിസം. അപ്പം നമുക്ക് ഇൻ റഷ്യൻ ഫോർമലിസം എന്താണെന്ന് നോക്കാം. റഷ്യൻ ഫോർമലിസം വാസ് എൻ ഇൻഫ്ലുവൻഷ്യൽ സ്കൂൾ ഓഫ് ലിറ്റററി ക്രിറ്റിസിസം ഇൻ റഷ്യ ഫ്രം 1910 to 1913. ഇതിൻ്റെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റഷ്യൻ ഫോർമലിസം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമായിരുന്നു ന്യൂ ക്രിറ്റിസിസം എമേർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേ സാധനം, ഇതേ ഐഡിയാസും ഇതേ സെയിം ഐഡിയ ഇവിടെ റഷ്യയിൽ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ റഷ്യൻ ഫോർമലിസം എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂ ക്രിറ്റിസിസത്തിലെ സെയിം ഐഡിയ തന്നെയാണ് റഷ്യൻ ഫോർമലിസം. ബട്ട് ഇത് എമേർജ് ചെയ്യുന്നത് എവിടെയാണ്? റഷ്യയിലാണ്. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇത് രണ്ടും എമേർജ് ചെയ്തിട്ടുള്ളത് 2 സ്ഥലങ്ങളിലായിരുന്നു. ഓക്കെ, അപ്പം ഇറ്റ് വാസ് എ റിയാക്ഷൻ അഗൈൻസ്റ്റ് റഷ്യൻ സിംബോളിസ്റ്റ് മൂവ്മെൻറ്റ്. അത് ഒരു പീരീഡിൽ ഉണ്ടായിരുന്ന റഷ്യൻ സിംബോളിസ്റ്റ് മൂവ്മെൻറ്റിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷൻ ആയിരുന്നു എന്ത്? റഷ്യൻ ഫോർമലിസം. ഓക്കെ, formalism refer to critical approach that analysis, interpret or evaluate the inherent features of text. ഒരു ടെക്സ്റ്റിൽ എന്താണ്? ഒരുപാട് ഇൻഹറൻറ്റ് ഫ്യൂച്ചേഴ്സ് ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ മീനിങ്ലെസ് വേർഡ്സ് ആണെങ്കിലും അതിന് മീനിങ് ഉണ്ട്, അല്ലെങ്കിൽ അതും എന്തൊക്കെയോ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു മീനിങ്ലെസ് ആയിട്ടുള്ളൊരു വേർഡ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സൗണ്ട് ആണെങ്കിലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതിലൂടെ പലതും കൺവേ ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പം ഒരു ടെക്സ്റ്റിൻ്റെ എല്ലാ ആസ്പെക്ട്സിനെയും ഇൻസൈഡ് ദ ടെക്സ്റ്റിലുള്ള എല്ലാ ആസ്പെക്ട്സും വെച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് റഷ്യൻ ഫോർമലിസം എന്ന് പറയുന്നത്. ഓക്കെ, the features include not only the grammar and syntax but also literary devices such as meter and tropes. Formalism believed that there was a fundamental opposition between literary language, poetic language and ordinary language. എന്താണ് ഈ റഷ്യൻ ഫോർമലിസം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലൈക്ക് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഓർഡിനറി ലാംഗ്വേജ് ആൻഡ് പോയറ്റിക് ലാംഗ്വേജ്. നമ്മൾ വേർഡ്സ്വർത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള അതേ സാധനമാണ് പോയറ്റിക് ലാംഗ്വേജും ഓർഡിനറി ലാംഗ്വേജും തമ്മിൽ ഒരു ഡിഫറൻസും ഇല്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു? റൊമാൻറ്റിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ റഷ്യൻ ഫോർമലിസത്തിലോട്ട് വരുന്ന സമയത്ത് ഇതിന് രണ്ട് രീതിയിൽ ആണ് കൺവേ ചെയ്യുന്നത്. ബോത്ത് ആർ ഡിഫറെൻ്റ് എന്നാണ് ഫോർമലിസ്റ്റുകൾ പറയുന്നത്. ഓക്കെ, റഷ്യൻ ഫോർമലിസം മെയ്ഡ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സ്യൂസെറ്റ് ആൻഡ് ഫെബുല.
സ്യൂസെറ്റ് ആൻഡ് ഫാബുല എന്ന് പറയുമ്പോൾ സ്യൂസെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലോട്ടാണ്, ഫാബുല എന്ന് പറയുന്നത് സ്റ്റോറിയാണ്. ഈ രണ്ട് കോൺസെപ്റ്റും എവിടെ നിന്നാണ് എമേർജ് ചെയ്യുന്നത്? അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സ്, ലൈക്ക് കൺസെപ്റ്റ് ഓഫ് പ്ലോട്ട് എന്നാണ് സ്യൂസെറ്റ് ആൻഡ് ഫാബുല എന്നുള്ള ഈ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എമേർജ് ചെയ്യുന്നത്. ഓക്കെ, ഫാബുല ഈസ് ഡിഫൈൻഡ് ആസ് ദ ക്രോണോളജിക്കൽ സെക്വൻസ് ഓഫ് ഇവൻറ്റ് ആൻഡ് സ്യൂസെറ്റ് ഈസ് ദ പ്ലോട്ട് ഓഫ് നറേറ്റീവ്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഫാബുല ഈസ് ഡിഫൈൻഡ് ആസ് ദ ക്രോണോളജിക്കൽ സെക്വൻസ് ഓഫ് ഇവൻറ്റ് ആൻഡ് സ്യൂസെറ്റ് ഈസ് പ്ലോട്ട് ഓഫ് നറേറ്റീവ്. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ വന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡീഫെമിലിയറൈസേഷൻ ആയിരുന്നു. അപ്പം ഡീഫെമിലിയറൈസേഷൻ ഈസ് എ പ്രോസസ് വേർ ബൈ ആൻ ഓതർ മേക്ക് ഹിസ് വേർഡ്സ് ഓർ ടെക്നിക്സ് seems strange and different to the reader, thereby forcing the reader to see the material in a radically fresh and a new way. ഈ ഡീഫെമിലിയറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈറ്റിൽ പറയുന്ന പോലെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാധനത്തെ നമ്മൾ അൺഫെമിലിയർ ആക്കുകയാണ് ഡീഫെമിലിയറൈസേഷൻ വെരി ബേസിക്കലി ചെയ്യുന്നത്. അപ്പോൾ ഡീഫെമിലിയറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ളൊരു സാധനത്തെ അൺഫെമിലിയർ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് എന്താണ്, എന്തെങ്കിലും ഒരു കാര്യത്തെ ഡയറക്റ്റായിട്ട് പറയാം, അതിനെ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞ് അതിനൊരു ഫ്രഷ് എഫക്റ്റ് കൊടുക്കുകയാണ് ഡീഫെമിലിയറൈസേഷൻ ചെയ്യുന്നത്. ഡീഫെമിലിയറൈസേഷൻ എന്താണ്? ഒരു ടെക്നിക്കാണ്, ഒരു പോയറ്റിക് അല്ലെങ്കിൽ ലിറ്റററി ടെക്നിക്കാണ് ഡീഫെമിലിയറൈസേഷൻ. അപ്പം ഡീഫെമിലിയറൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് വിക്ടർ ശ്ലവോസ്കി ആണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. ഏത് ടെക്സ്റ്റിലാണ്? ആർട്ട് ആസ് എ ടെക്നിക് എന്നുള്ള ടെക്സ്റ്റിലാണ് വിക്ടർ ശ്ലവോസ്കി ഡീഫെമിലിയറൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, വിച്ച് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഓഫ് റഷ്യൻ ഫോർമലിസം. അപ്പം നോട്ട് ചെയ്ത് വെക്കുക. ഡീഫെമിലിയറൈസേഷൻ എന്താണ്? അൺഫെമിലിയറൈസിങ് ദ ഇവൻറ്റ് and introduced by Victor Slavosky and his text Art as a Technique. അപ്പം അതും നോട്ട് ചെയ്ത് വെക്കുക. It includes a work important critiques of Russian formalism ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. വിക്ടർ ശ്ലവോസ്കി, വാൾഡിമർ പോപ്പ് ആൻഡ് റോമൻ ജാക്കബ്സൺ, ബോറിസ് എക്കിംബാം. ഈ 4 ആൾക്കാരുടെ പേരും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റഷ്യൻ ഫോർമലിസത്തിൽ പഠിച്ചിരിക്കണം. ഇവരുടെ പേരുണ്ട്, നെയിം, ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഉള്ള കോൺസെപ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ. ഇപ്പം ഇത്രയാണ് നിങ്ങൾ ഓരോ റൈറ്റേഴ്സിനും ഓരോ അപ്രോച്ചിലുള്ള ഓരോ ഓതേഴ്സിനെ എടുക്കുമ്പോഴും മിനിമം ഇത്രയും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, 3 distinctive മൂവ്മെൻറ്റ്. ഇനി എന്താണ്? റഷ്യൻ ഫോർമലിസമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഒപ്പോജാസ്, OPOJAZ. എന്താണ് ഇതിൻ്റെ ഫുൾ ഫോം? ലൈക്ക് ഒരു എക്സ്പാൻഷൻ പോലെ വരുന്നത്. സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് പോയറ്റിക് ലാംഗ്വേജ്. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലാണ് ഇത് എമേർജ് ചെയ്യുന്നത്. ഫൗണ്ടഡ് ഇൻ 19 റോമൻ ജാക്കബ് വിക്ടർ ശ്ലവോസ്കി ആണ് ഈ ഒരു മൂവ്മെൻറ്റ് കൊണ്ടുവരുന്നത്. ഫൗണ്ടഡ് ഇൻ 1916 ആണ് ഈ മൂവ്മെൻറ്റ് വരുന്നത്. ആൻഡ് ഒപ്പോജാസ് ആണ് ഇതിൻ്റെ എക്സ്പാൻഷൻ വരുന്നത്. സൊസൈറ്റി ഓഫ് സ്റ്റഡി ഓഫ് പോയറ്റിക് ലാംഗ്വേജ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിൾ ആൻഡ് പ്രാഗ് ലിംഗ്വിസ്റ്റിക് സർക്കിൾ. ഇത് 3ഉം അസോസിയേറ്റഡ് വിത്ത് ഫോർമലിസം, റഷ്യൻ ഫോർമലിസവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മൂവ്മെൻ്റ് ആണ് ഇത് 3ഉം. അത് മസ്റ്റായിട്ടും നോക്കിയിരിക്കുക. ഒപ്പോജാസ്, മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിൾ, പ്രാഗ് ലിംഗ്വിസ്റ്റിക് സർക്കിൾ. ഇനി വരുന്ന ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഓതർ ഓഫ് പ്രാക്ടിക്കൽ ക്രിറ്റിസിസം? നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കാം. ഓപ്ഷൻ എ IA റിച്ചാർഡ്സ്, B വില്യം എംസൺ, C FR ലിവിസ്, D ഡേവിഡ് ഡേച്ചസ്. ഇപ്പം 4 ഓപ്ഷൻസ് ആണുള്ളത്. ഹൂ ഈസ് ദ ഓതർ ഓഫ് പ്രാക്ടിക്കൽ ക്രിറ്റിസിസം? 4 ഓപ്ഷൻസ് ആണുള്ളത്. അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ആൻഡ് ആൻസർ വരുന്നത് എന്താണ്? IA റിച്ചാർഡ്സ് ആണ്. IA റിച്ചാർഡ്സ് ആണ് പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്നുള്ള ടെക്സ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ടെക്സ്റ്റിൽ ബേസിക്കലി നമ്മളുടെ ന്യൂ ക്രിറ്റിസിസം അല്ലെങ്കിൽ ലിറ്റററി ക്രിറ്റിസിസം എമേർജ് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ ടെക്സ്റ്റ് വെച്ചിട്ടാണ്. അദ്ദേഹം ഒരു ഈ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്നുള്ള ടെക്സ്റ്റിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ക്രിറ്റിസിസം ആസ് എ ജോണർ എമേർജ് ചെയ്യുന്നതെന്ന്. അദ്ദേഹം ഒരു പീസ് ഓഫ്
ലിറ്റററി വർക്ക് അല്ലെങ്കിൽ ഒരു പോയം ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആ പോയംസിന് എന്താണ് ജസ്റ്റ് ടൈറ്റിലും പോയത്തിൻ്റെ ലൈൻസും മാത്രം അതിൽ കണ്ടെയ്ൻ ചെയ്യുന്നുള്ളൂ. ആ എഴുതിയ റൈറ്ററിനെയോ എഴുതിയിട്ടുണ്ടായിരുന്ന ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെയോ ഒന്നും മെൻഷൻ ചെയ്യാതെ ജസ്റ്റ് ഒരു പീസ് ഓഫ് വർക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ അവർ ലൈക്ക് ഓരോരുത്തരും ഓരോ രീതിയിലാണ് അത് ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മളെ പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് നമ്മളൊരു വർക്കിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു വർക്ക് എന്നില്ല, നമ്മൾ എന്തിനേയും നമ്മൾ ഇൻറ്റർപ്രറ്റ് ചെയ്യുക, അനാലിസിസ് ചെയ്യുന്നത് എപ്പോഴും നമ്മളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ ബേസിലായിരിക്കും. അങ്ങനെയാണ് ക്രിറ്റിസിസം എമേർജ് ചെയ്യുന്നത്. അപ്പം ബാക്ക്ഗ്രൗണ്ടോ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടോ എന്താണ് ഓതേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ ഒന്നുമില്ലാതെ നമ്മളൊരു വർക്കിനെ വായിക്കുന്ന സമയത്താണ് അതിൻ്റെ കോർ അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ എസൻസ് നമുക്ക് കിട്ടുന്നത്. അപ്പം അതാണ് പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്നുള്ള ടെക്സ്റ്റിലൂടെ ഐ.എ. റിച്ചാർഡ്സ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് ഹൗ ന്യൂ ക്രിറ്റിസിസം എമേർജ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോർ ഐഡിയ ഈ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം ആണ്. ഫസ്റ്റ് പബ്ലിഷ്ഡ് ഈ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്നുള്ള ടെക്സ്റ്റ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് 1929. ഇതുകൊണ്ടാണ് നമ്മൾ ന്യൂ ക്രിറ്റിസിസം 1929 എമേർജ് ചെയ്തതെന്ന് പറയുന്നത്. ഇസ് എ ലാൻഡ്മാർക്ക് വോള്യൂം ഓഫ് ഡെമോൺസ്ട്രേറ്റിംഗ് ദിസ് മോഡൽ. ആൻഡ് പ്രാക്ടിക്കൽ ക്രിറ്റിസിസം ഇസ് പ്രാക്ടിക്കലി അത് അപ്രൂവ് ചെയ്ത് പ്രാക്ടിക്കലി ഒരു ഒരു എക്സാമിനേഷൻ നടത്തി ഒരു അപ്രൂവേഷൻ കിട്ടിയ ഒരു ക്രിട്ടിക്കൽ മോഡലാണ് പ്രാക്ടിക്കൽ ക്രിറ്റിസിസം. ഡിസ്കസ് ദ ഒബ്ജക്റ്റിവിറ്റി ഓഫ് ടെക്സ്റ്റ്. ഒബ്ജക്റ്റിവിറ്റി ഓഫ് ടെക്സ്റ്റ് നമ്മൾ പറഞ്ഞു, ഓരോ സ്റ്റുഡൻറ്റും ഓരോ രീതിയിലായിരുന്നു ഒരു വർക്കിനെ ഇൻ്റർപ്രറ്റ് ചെയ്തത് അല്ലെങ്കിൽ അനാലിസിസ് ചെയ്തത്. അപ്പം അതിനെയാണ് നമ്മൾ ഈ ഒബ്ജക്റ്റിവിറ്റി ഓഫ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ടെക്സ്റ്റ് ഒരു ടെക്സ്റ്റിന് ഒരു സിംഗിൾ മീനിങ് ഇല്ല. അപ്പം ഓരോ റീഡർക്ക് അനുസരിച്ചും ആ ടെക്സ്റ്റിൻ്റെ മീനിങ് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനിയുള്ളത് ഹൂ ഇൻട്രൊഡ്യൂസ് ഫാബുല ആൻഡ് സ്യൂസെറ്റ്. നമ്മൾ ഓൾറെഡി ഇതും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ എ വിക്ടർ സ്ലവോസ്കി, ബി വാൾഡിമർ പോപ്പ്, സി റോമൻ ജാക്കബ്സൺ, ബോറിംഗ് എച്ച്മാൻ. 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൻ്റെ ആൻസർ നോക്കുന്ന സമയത്ത് വിക്ടർ സ്ലവോസ്കിയും വാൾഡിമർ പോപ്പും ആണ് ഈ 2 കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം വിക്ടർ സ്യൂസെറ്റ് ആൻഡ് ഫാബുല ഫാബുല ഡിഫൈൻസ് ദ chronological sequence of the event and Suzette is the plot of the narrative. അപ്പോൾ ഈ 2 ലൈൻസ് നിങ്ങൾ ഓർത്തിരിക്കുക. ഫാബുല is defined as the chronological sequence of the event and Suzette is the plot of the narrative. അപ്പോൾ 2 റൈറ്റേഴ്സിനെ നമുക്ക് നോക്കാനുണ്ട്, വിക്ടർ സ്ലവോസ്കിയും ആൻഡ് വാൾഡിമർ പ്രൗബും. അപ്പം വിക്ടർ സ്ലവോസ്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടെക്സ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന് ആർട്ട് ആസ് എ ടെക്നിക് ആൻഡ് ഓൺ ദ പോയട്രി ആൻഡ് നോൺസെൻസ് ലാംഗ്വേജ്. ഈ 2 ടെക്സ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റിൻ്റെ നെയിം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ വാൾഡിമർ പോപ്പിൻ്റെ വെരി ഇമ്പോർട്ടൻ്റ് ടെക്സ്റ്റാണ് മോർഫോളജി ഓഫ് ഫോക്ക് ടെയിൽ. ഫെയറി ടെയിൽ എന്നല്ല, ഫോക്ക് ടെയിൽ എന്നും ആണ് കൂടുതൽ പറയാറുള്ളത്. മോർഫോളജി ഓഫ് ഫോക്ക് ടെയിൽ വിച്ച് ഇസ് റിട്ടൺ ബൈ വാൾഡിമർ പോപ്പ് ആൻഡ് നമ്മളുടെ വിക്ടർ സ്ലവോസ്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് ആർട്ട് ആസ് എ ടെക്നിക് ആൻഡ് ഓൺ പോയട്രി ആൻഡ് നോൺസെൻസ് ലാംഗ്വേജ്. അപ്പം വാൾഡിമർ പോപ്പും വിക്ടർ സ്ലവോസ്കിയും കൂടിയാണ് ഫാബുല സ്യൂസെറ്റ്. അല്ലെങ്കിൽ ഫാബുല മീൻസ് ക്രോണോളജിക്കൽ സെക്കൻഡ്സ് ഓഫ് എൻ ഇവൻറ്റ് ആൻഡ് സ്യൂസെറ്റ് ഈസ് എ പ്ലോട്ട് ഓഫ് എ നറേറ്റീവ്. അപ്പോൾ ഈ കോൺസെപ്റ്റ് എമേർജ് ചെയ്യുന്നത് എവിടെയാണ്? അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സിൽ അദ്ദേഹം പ്ലോട്ടിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പം ആ പ്ലോട്ടിനെ ഡിസ്കസ് ചെയ്യുന്നിടത്തു നിന്നാണ് ഈ ഫാബുലയും സ്യൂസെറ്റ് എന്നുള്ള 2 കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമുക്ക് നോക്കാനുള്ളത്. ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കിക്കഴിഞ്ഞു. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂ ക്രിറ്റിസിസത്തിൽ നിന്നുള്ളതും റഷ്യൻ ഫോർമലിസത്തിൽ നിന്നുള്ളതുമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാമിന് പഠിക്കേണ്ടത് എന്നൊക്കെ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് ഡേ ഇതേ സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് വരും.